മലയാളി യൂട്യൂബ് ലൈൻ ഇന്ന് ഞാനെൻ്റെ വീടിൻ്റെ പുറത്ത് നിൽക്കണം. നമ്മളൊരു ഹോം ടൂർ ചെയ്യാൻ എടുത്തു. കാരണം കുറേ കമൻസ് ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ. ഇതാണ് എൻ്റെ വീട്. നെല്ലങ്കര റോഡിലെ ഈ മാർട്ടിൻസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ വീട്. വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയ തോടൊക്കെ ഉണ്ട്. ഈ തോട് നിറഞ്ഞിട്ടാണ് നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കയറിയാലോ. ഈ സൈഡിലായിട്ട് ചെറിയൊരു ലോണൊക്കെ ഉണ്ട്. ലോണ്, പന, പേരയ്ക്കമരം. പേരയ്ക്കമരം കുറച്ച് നല്ല പഴക്കമുള്ള ഒരു 10-15 വർഷം മിനിമം പഴക്കമുള്ള പേരയ്ക്കമരമാണ്. ഈ സൈഡിലോട്ട് ഇറങ്ങി ഇതൊക്കെ മമ്മിയുടെ കട വരുന്നത്. മമ്മിയുടെ കുറച്ച് ചെടികളുണ്ട്. റോസ് മാത്രമേ എനിക്കറിയുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയില്ല. സപ്പോർട്ടും പാഷൻ ഫ്രൂട്ടും കൂടിയാണ് ഒരുമിച്ച് വലുതാവണേ. ഇത് ചെറിയൊരു ഷെഡ് പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെയുള്ള വണ്ടികളൊക്കെ വെക്കാനാണ്. ഇത് അനിയന്റെ കിളിക്കൂടാണ്. അവൻ തന്നെയാണ് ഇത് പണിത്. ലവ് ബേർഡ്സ്. ഇവിടൊരു പട്ടി ഉണ്ടായിരുന്നു. മില്ലർ ഡാഷ് ഉണ്ടായിരുന്നു. അവൻ കുറച്ച് നാൾ മുന്നെയാണ് ചത്തത്. ഇവിടെ ഒരു തേക്കുണ്ട്. തേക്ക് മരം. എന്റെ പ്രായമുണ്ട് ഈ തേക്ക്. നിനക്ക് എത്ര പ്രായമുണ്ട്? വെളിപ്പെടുത്തുന്നില്ല. നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് കാശ്. ഞങ്ങള് ഈ ഇടയ്ക്ക് വെച്ച് പിടിപ്പിച്ച കുറച്ച് വെണ്ട, തക്കാളി, വഴുതനങ്ങ, കുറച്ച് പയറ്, ചീര. തക്കാളി ഉണ്ടായിട്ടുണ്ട് കാശ്. പിന്നെ അവിടെ കുറച്ച് പച്ചമുളക്, അങ്ങനെയൊക്കെ കുറച്ച് കൃഷിയുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. നമ്മുടെ കാറ് ഇവിടെ മമ്മിയും ഡാഡിയും കൂടെ കൂപ്പൂനയച്ചിട്ടിട്ട് നോക്കണ്ട്. ഇവിടെ നമ്മുടെ അനിയന്റെ വക ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗപ്പിയും പിള്ളേരും. വേറെ മീൻ ഉണ്ടായിരുന്നു, അത് പിന്നെ കുറച്ച് ഒത്തുപോയി. മമ്മിയുടെ ലോൺ മനസ്സിലിരിക്കാണ്. ഡാഡിയാണ് കൂപ്പൂന് നോക്കണ ആള്. നമ്മുടെ ചെറിയ കിണറ്. ഈ ആന്തൂരിയൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആന്തൂര്യം, പക്ഷെ പച്ചമുളക്, ഇതൊക്കെയാണ് ഈ സൈഡിലുള്ള ഇരുമ്പമ്പുളി. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി താങ്ക്സ്. ഇനി നമുക്ക് വീട്ടിൽ പോകുമ്പോൾ ഡ്രോയിങ് റൂം. കല്യാണത്തിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ചെറിയ ഫാമിലിയാണ്. സ്മോൾ ഫാമിലി. കല്യാണത്തിന്റെ ഫോട്ടോ അങ്ങനെയാണ് ഡ്രോയിങ് റൂം. ഇവിടെ ടി വി ഉണ്ട്. ചേച്ചിയുടെ ഫോട്ടോ ഉണ്ട്. ഇവിടെ ഖത്തർ എയർവേസിന്റെ എന്റെ വണ്ടി. ഇവിടെ മമ്മിയുടെ ഡാഡിയുടെ വെഡിങ് ആനിവേഴ്സറി. 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ ഫോട്ടോസ് ആണ്. ഇതാണ് പഴയ ഫോട്ടോ. 1992. ഇവിടെ കൊറേ സാധനങ്ങളുണ്ട്. ഞങ്ങള് പണ്ടല്ല ഹണിമൂൺ പോയ ബാങ്കോക്കിലെ ഫോട്ടോസ്, സേവ് ദ ഡേ ഫോട്ടോസ്, പിന്നെ നമ്മുടെ കാർ എടുത്തത്, പിന്നെ ഇവിടെ നമ്മുടെ അപ്പാപ്പൻ, മമ്മിയുടെ അപ്പച്ചൻ, രണ്ട് അപ്പാപ്പന്മാരും, ഇത് ഞാനും അനിയനും കൂടെ സമ്പാദിച്ച കുറെ സമ്മാനങ്ങൾ. ഇത് പഴയ ക്യാമറ കേട്ടോ, പഴയ ക്യാമറ, ഫിലിമൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്ന ക്യാമറ.
സാധനങ്ങളുള്ളത്. ഇതായിരുന്നു ഡ്രോയിങ് റൂം. ഇത് നമ്മുടെ നേരെ വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഓപ്പൺ ഡൈനിങ് ആണ്. ക്രോക്കറി ഷെൽഫ് ഉണ്ട്. ഇതില് കുറേ പ്ലേറ്റ്സും ഗ്ലാസും ഒക്കെ വെച്ചിട്ടുണ്ട്. അതെപ്പോഴും യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾക്ക് ആക്ച്വലി 2 റൂമാണ് താഴെയുള്ളത്. അപ്പൊ ഒന്ന് ഇവിടുന്ന് ഹാളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും പിന്നെ അവിടെയുള്ള റൂമാണ്. നേരെ കിച്ചണാണ്. നമുക്ക് കുറച്ചുകൊണ്ട് പോവാം. ഫസ്റ്റ് മമ്മിയും ഡാഡിയുടെ റൂമാണ്. ഇത് നമ്മുടെ ഡാഡിയുടെയും മമ്മിയുടെ റൂമുണ്ട്. ഇങ്ങനെയാണ് ബാത്റൂം അറ്റാച്ച്. നമുക്ക് അറിയില്ല ബാത്റൂം ഉണ്ടെന്ന് അറിയില്ല. ബാത്റൂം അറ്റാച്ച്. ഇതാണ് അവരുടെ റൂം. മമ്മിയുടെ റൂം കണ്ടില്ലേ? ഇങ്ങനെ നേരെ പോകുന്നത് അനിയന്റെ റൂമാണ്. ചിപ്പോഴും ആരും ഇവിടെ ഇല്ലാത്തോണ്ട് ഇപ്പോ ജോയിനിങ് ചെയ്തോളൂ. ജോബിന് മറ്റേ നേവി ഷിപ്പിലാണ് കിട്ടിയത്. ടർക്കിയിലാണ്, ഇസ്താൻബുൾ. അപ്പൊ ഇങ്ങനത്തെ റൂം കിടക്കാറ് വലിയ പ്രത്യേകത ഉണ്ടാവാറില്ലേ. ഇവിടുത്തെ ഒരു ബാത്റൂം ഉണ്ട്. ചിപ്പോന്റെ റൂം കണ്ടില്ലേ? ഇത് നമ്മൾ നേരെ കിച്ചണിലേക്കാണ്. കിച്ചൺ ഇതാണ് കിച്ചൺ. നമ്മള് ഒരു 18 വർഷത്തിന് ശേഷമാണ് കിച്ചൺ റിനോവേറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം റിനോവേറ്റ് ചെയ്യാൻ കാര്യമുണ്ട്. നമ്മുടെ സ്ലാബ് ഒന്ന് ചെറുതായിട്ട് ഇടിഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മള് ഫുള്ള് നമ്മൾ റിനോവേറ്റ് ചെയ്തു. എക്സ്ട്രാ ഇതൊന്നും ആഡ് ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ മേലത്തെ ഷെൽഫെല്ലാം അതുപോലെ തന്നെയുണ്ട്. താഴത്തെ ഭാഗം മാത്രമാണ് നമ്മളൊന്ന് ജസ്റ്റ് മാറ്റിയുള്ളൂ. അപ്പൊ നമുക്ക് ചെറിയൊരു സ്റ്റോറുണ്ട്. ചെറിയൊരു കുഞ്ഞ സ്റ്റോർ, ക്യൂട്ട് സ്റ്റോർ. ഇവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയക്കാണ്. വർക്ക് ഏരിയയിൽ വരുമ്പോ അവിടെ വാഷിംഗ് മെഷീൻ ഇട്ടിരിക്കണം. വാഷിംഗ് മെഷീൻ ഉണ്ട്, അക്വാഗാർഡ്. പിന്നെ അത് പുറകിലൊക്കെ അടുപ്പുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വാഷിംഗ് ഏരിയ. മീനൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് വർക്ക് ഏരിയ നമുക്ക് ബാക്കിലേക്കാണ്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഒരു കോമൺ ബാത്റൂം ഈ സൈഡില്. ഇതാണ് നമ്മുടെ ബാക്കിലേക്ക്. ഇവിടെ ഫുള്ള് നമ്മള് നാളികേരം അങ്ങനെ കുറച്ച് പച്ചമുളക് കൃഷിയൊക്കെ ഉണ്ട്. അതൊക്കെ സാധനങ്ങൾ. അപ്പൊ നമുക്കിത് കഴിഞ്ഞ് കണ്ടില്ലേ? നമുക്ക് മേലേക്ക് പോയാലോ? മേലെ 2 റൂമാണ് നമുക്കുള്ളത്. പിന്നെ ഒരു കിച്ചന്റെ സെറ്റപ്പ്, ഒരു വർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പണ്ട് വാടക കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് മേലേക്ക് പോവാം. പണ്ട് നമുക്ക് പുറത്തുനിന്ന് മേലേക്ക് കയറായിരുന്നു. അത് നമ്മൾ ഇപ്പൊ ക്രോസ് ചെയ്തിട്ടാണ് ഷെഡ് ഇട്ടത്. ഇപ്പൊ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇത് 2 നല്ല വെളിച്ചം നിൽക്കുന്നതല്ലേ. കയറുമ്പോ ഇത് കോമൺ ഹോളാണ്. കോമൺ ഹോൾ പ്ലസ് ഡംപ് ചെയ്യുന്ന ഏരിയ. ഞങ്ങൾ ഇവിടെയാണ് ഫുൾ സാധനം ഡംപ് ചെയ്യാറുള്ളത്. ഇവിടെ 2 റൂം. ഈ റൂം നമ്മുടെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഇടയ്ക്കൊക്കെ വായിക്കാറുണ്ട്. അവന്റെ അടുത്ത് ഡ്രംസ് എന്നിട്ടാണ്. ഇതെന്താ? ആഫ്രിക്കൻ ദർബൂക്കയാണ്. അതൊക്കെ കൊണ്ടുവരണ ആഫ്രിക്കനാ. ആഫ്രിക്കൻ ദർബൂക്കയാണ്. യൂസ് ചെയ്യാറില്ല. അപ്പൊ അതിനുള്ള സമയം കിട്ടാറില്ല. പിന്നെ നമ്മള് മറ്റേ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സ്റ്റുഡിയോ ലൈറ്റും കാര്യങ്ങളും. ഇവിടെ 2 റൂംസ് ആണ് ഉള്ളത്. ഒന്ന് മമ്മിയുടെ സ്റ്റിച്ചിങ് റൂം കം ഒരു ഗസ്റ്റ് റൂം, പിന്നെ ഞങ്ങളുടെ റൂമും കൂടിയാണ് ഇവിടെ ഉള്ളത്. ദിസ് ഇസ് മമ്മി സ്റ്റിച്ചിങ് റൂം. ഇവിടെ അങ്ങനെ ഞങ്ങളൊന്നും കയറാറില്ല. മമ്മിയുടെ സ്റ്റിച്ചിങ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആന്ന് പറഞ്ഞത്. നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോയാലോ? നമ്മുടെ റൂം കണ്ടിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് പറയാം. This is our room. ഇതാണ് നമ്മുടെ റൂം. Bed, drying stands, wardrobe, commods.
പിന്നെന്താ പറയാ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടേക്ക് വരുമ്പോൾ ഒരു താല്പര്യം. ഇവിടെ ഒരു ബാൽക്കണി. ഇതാണ് കൂപ്പുവിന്റെ ഏരിയ. പിന്നെ ബെഡ്, കൂപ്പുവിന്റെ ബെഡ്, കൂപ്പുവിന്റെ കൂടുന്നാണ് അവൻ പറയണേ. ആ ചെയറിന്റെ ഉള്ളിലൊക്കെ എടുക്കുക. പിന്നെ അവന്റെ ടെറസ് ആണ്. ഇവിടെയാണ് അവൻ ഫുൾ ടൈം കളിക്കുന്നത്. അവന്റെ കളിസ്ഥലമാണ് ഈ ടെറസ്. ഇനി ഇവിടെ എത്തിയൊക്കെ നോക്കും താഴേക്ക്. പിന്നെ ഇവിടെ നമ്മള് ഇവന് വേണ്ടിട്ട് ഈ നെറ്റ് അടിച്ചാണ്. ഇവൻ ചെറുപ്പത്തിൽ ചാടാതിരിക്കാൻ വേണ്ടി നെറ്റ് അടിച്ചാണ്. ചെറുപ്പത്തിലാണ് എപ്പോഴും നെറ്റ് അടിച്ചതാണ്. കുറച്ച് വലുതായിട്ട് നമുക്ക് നെറ്റ് വരാം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ റൂം, നമ്മുടെ വീടൊക്കെ. നേരെ ഓപ്പോസിറ്റ് ഹോസ്പിറ്റലാണ്. എനിക്ക് നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് കുറച്ച് കാലം മുന്നേ, ഒരു 10-15 വർഷം മുന്നേ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മേൽഭാഗമാണ്. അപ്പൊ നമ്മൾ ഈ ബാക്കിലേക്ക് കുറച്ച് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീട് വന്നപ്പോ ഈ പോർഷൻ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അങ്ങോട്ട് അയച്ചായിരുന്നു. പക്ഷെ നമ്മള് അതിനായിട്ട് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഡ്രോയിങ് റൂം പോലത്തെ ചെറിയൊരു റൂം, അതിന് കണക്ഷനായിട്ട് ഒരു ചെറിയൊരു കിച്ചൺ പോലെ സെറ്റപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മളെ ഫുൾ കമ്പീൻ ഏരിയ ആണ്. ഇത് ചെറിയൊരു വർക്ക് ഏരിയ, ഇത് മെയിൻലി ഞാൻ എന്റെ ജിം ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതെ, ജിം സാധനങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കാന്ന് മാത്രം. ജിം കം നമ്മുടെ തുണികളൊക്കെ, ജിം സാധനങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കാം. ജിമ്മിങ് എക്യുപ്മെന്റ്സ്, ചെറിയ തുണിയൊക്കെ ഉണക്കാൻ, കാലത്തൊക്കെ തുണിയൊക്കെ ഉണക്കാൻ ഇടാവുന്ന ഒരു ഷീറ്റൊക്കെ ഇട്ടു നമ്മുടെ മേലെ. അങ്ങനെയാണ് നമ്മുടെ വീട്. അപ്പൊ ഇതാണ് നമ്മുടെ ഹോം ടൂർ. ചെറിയൊരു വീടാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞങ്ങൾക്ക് മിസ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമോ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.